ഹലോ ഗായ്സ്, നമ്മളതിൻ്റെ തൊട്ട് താഴത്തെ ഭാഗത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഹോണ്ടഡ് ആയുള്ള ഒരു സ്ഥലമുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താ ആരാ ഇവിടെ ആരോ നിന്നാവില്ലേ തോന്നി? ഇവിടെ ആരാ? നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. ഇല്ല നെയ് എടാ കുക്കുടേ, എടി ഇവിടെ നമ്മളെ ബാക്കിൽ ആരും നിന്നാവില്ലേടാ? ഇവിടെ ആരും ഇല്ലടാ. തോന്നിയതായിരിക്കാം. തോന്നിയാ? സീരിയസ് ആയിട്ട് നമ്മളെ ബാക്കിൽ ആരും വന്നാവില്ലേ? ഈ ആര് ശരിയല്ല കേട്ടോ മണിക്കൂട്ടാമാ. ഇവിടെ എന്താണ് ഒരു പിടിയില്ല. ഇവിടെ കൂടെ അറ്റാക്ക് വരണമെന്ന് പറഞ്ഞൂടാ. ഇപ്പം മോളിൽ നിന്ന് ഒരാളെ ശബ്ദം കേട്ടു. ഓക്കെ ഇല്ല, എൻ്റെ അകത്ത് ആരുമില്ലടാ. വെയിറ്റ് നിക്കടാ. ചാവുണ്ട്. വെയിറ്റ്. ഡേ, ഈ സ്ഥലം പന്തികേടാണ്. വണ്ടി കയറിക്കോ. നമ്മൾ ഇവിടെ കൂടെ അറ്റാക്ക് വരണമെന്ന് പറയാൻ പറ്റൂല. ഹലോ ഗായ്സ്, കയറി അവൻ കയറിയാ, എല്ലാവരും കയറിയാ. തുറന്നോട്. ഹലോ ഗായ്സ്, നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടത്. സത്യത്തിൽ ഇവിടെ ഒന്നും അത്ര വലിയ ഇത് കാണുമെന്ന് വിചാരിച്ചില്ല. ഇത് എവിടെ കൂടെ ആണ് അറ്റാക്ക് വന്നെന്ന് നമുക്ക് പറഞ്ഞൂടാ. അവനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരുന്നു നമ്മുടെ കൂടെ വന്ന പയ്യനെ. ഇത് എവിടെ കൂടെയൊക്കെയാണ്, എന്താണ് സംഭവം എന്നൊരു പിടിയില്ല. നിങ്ങളിത് കണ്ടതാണല്ലോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, എനിക്ക് എന്തെങ്കിലും പറയാം വിഷ്ണു? ഇല്ല, നമുക്ക് നല്ല അനുഭവം തന്നെയാണ്. അവര് ആർപ്പാടെ എന്ത് പറയാം, തമ്പിച്ചു എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവം വന്നിട്ടില്ല. എന്താടാ എന്റെ അനുഭവം? എന്റെ അനുഭവം പറയരുത്. നിനക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നോ? പൊന്നമ്മ, ഞാൻ പറഞ്ഞ ഞാൻ അവിടെ നിന്ന് നിങ്ങളെ കൂടെ വന്ന് കുറച്ച് എന്റെ മൈൻഡ് ഫുള്ള് അങ്ങോട്ടായി, ഇടത്തോട്ടായി. അപ്പൊ ഞാൻ വിചാരിച്ച് ഇടത്തോട്ട് പോയപ്പോ അവിടെ നിങ്ങളെന്തോ നിക്കണം, ആരോ നിക്കണ ഫീലായി. നമ്മളെ കൂട്ടത്തുള്ള ഒരാളെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ ഇടയിൽ വെച്ച് പെട്ടെന്ന് എന്തോ ദേഹത്ത് പെട്ടെന്ന് കൊണ്ട് തലയിലെല്ലാം കൂടെ പെരുത്ത് കയറി ആ ഒരു ഫീലായതും പെട്ടെന്ന് അങ്ങനെ തന്നെ നിന്നുപോയി. പിന്നെ നോക്കിയപ്പോ നിങ്ങളെല്ലാരും കൂടെ പിടിച്ചെണീപ്പിക്കണ ആ ഒരു ഇതേ തോന്നി. പക്ഷെ ഇവിടെ എന്തായാലും സ്ഥലം ഇത്തിരി പന്തികേടാണ്. ആ ഒരു ഇത് മനസ്സിലായി. സംഭവം നല്ലൊരു ഫീലായിട്ടുള്ള സ്ഥലമാണ്. കിണറും ചുറ്റിനും നല്ലൊരു ഇതുണ്ട്. ഈ സ്ഥലം സംഭവം ശരിയല്ല. ഈ നൈറ്റ് വാക്കിനൊക്കെ ഇങ്ങോട്ട് പറഞ്ഞതും ഉച്ച സമയവും ശരിയല്ല. ആ ഒരു ഫീലായി. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇതിൽ ഉച്ച സമയം കഴിഞ്ഞ് അപ്പൊ വന്നപ്പോ ഒരു നെഗറ്റീവ് എനർജി ഫീലായി. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നത്. പക്ഷെ ഇതൊരു വല്ലാത്ത ഇതായിപ്പോയി, ഒരു അനുഭവമായി പോയി. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ. നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്.